മരണപ്പെട്ട ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ട്. വയറ്റിലും കഴുത്തിലും മർദ്ദനമേറ്റു. കണ്ണട പൊട്ടി 2 കണ്ണുകളിലും ഗ്ലാസ് തറച്ചു കയറിയിട്ടുണ്ട്. മരണം സംഭവിച്ചത് പുലർച്ചെ 3-നും 5 മണിക്കും ഇടയിലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തം. പ്രതിയുടെ ഫോൺ നിറയെ അശ്ലീല വീഡിയോകളാണെന്നും പോലീസ് വ്യക്തമാക്കി. കൊലപാതക ശേഷം പ്രതി പോലീസ് ബാരക്കിൽ പോയി ഉറങ്ങിയെന്നും പോലീസ് പറയുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലരും അറിയുന്നുണ്ടാവും. ഏകദേശം ഒരാഴ്ചയോളം ആവുന്നു സംഭവം നടന്നിട്ട്. വെസ്റ്റ് ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG സ്റ്റുഡൻറ്റ് ആ പെൺകുട്ടിയെ വളരെ ദാരുണമായിട്ട് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കും പെങ്ങന്മാരുള്ളതാണ്, പെൺമക്കളുള്ളതാണ്, നമ്മുടെ സുഹൃത്തുക്കളുള്ളതാണ്, ഒത്തിരി ഡോക്ടേഴ്സ് ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ പോലും എനിക്കറിയാം, കൊട്ടാരക്കരയിൽ ഒരു ഡോക്ടർ പെൺകുട്ടിക്ക്, വന്ദന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന ഒരു പ്രതിയിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയം, ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഓടുന്ന ബസ്സിൽ പെൺകുട്ടിക്കുണ്ടായ ആ ഒരു സംഭവം. അതൊന്നും പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല, നിർഭയ കേസ്. അതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ കൊൽക്കത്തയിൽ വെസ്റ്റ് ബംഗാളിൽ നടന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുമ്പോൾ ജീവൻ മാത്രമല്ല നഷ്ടമാവുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതിൻ്റെ മാനം പോയി, അതിൻ്റെ ശരീരം നഷ്ടപ്പെട്ടു, പിച്ചി കീറിയ നിലയിൽ. ആഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വിഷയം പലർക്കും അറിയാം. അതായത് അത് ഞാൻ ചുരുക്കിയെന്ന് പറയാം. എനിക്ക് അതിലേക്ക് ആഴത്തിലേക്ക് കടക്കാൻ പോലും കഴിയുന്നില്ല. ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിന് ശരീരത്തിൽ പറ്റിയിരിക്കുന്ന അവസ്ഥകൾ പലതും നിങ്ങൾ കേട്ടു. ഇതിനോടകം നിങ്ങൾ കേട്ട് കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സഹോദരിക്കാണെങ്കിൽ, നമ്മളുടെ മകൾക്കാണെങ്കിൽ, നമ്മളുടെ ഭാര്യയ്ക്കാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ വയനാട്ടിൽ ഇത്രയധികം ഒരു പ്രശ്നം നടന്നു, നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന പ്രശ്നം നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ അവിടെ നടന്ന ഈ ഒരു സംഭവവും ആ പെൺകുട്ടിക്കുണ്ടായ സംഭവം നമ്മുടെ കുടുംബത്തിലാണെന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഇവിടെ മാധ്യമങ്ങൾ അധികം ഈ വിഷയം ഇപ്പോഴാണ് എടുത്തു തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് കത്തി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പോലും പണിമുടക്ക് നടത്താനായിട്ട് ഡോക്ടേഴ്സ് തയ്യാറാവുകയാണ്. അത്യാഹിത വിഭാഗം ഒഴിച്ച് നിർത്തിവാക്കി എല്ലാത്തിലും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ കേരളം ഒരുപാട് സേഫാണ്. ഈ നമ്മൾ ബംഗാളികൾ എന്ന് പറയും അല്ലേ, ബംഗാളികൾ, ഈ വെസ്റ്റ് ബംഗാളിലുള്ള ഈ ബംഗാളികൾ എന്ന് പറയുന്നവന്മാർ നമുക്കറിയാം, അവർ കാടൻ മൈൻഡുള്ളവന്മാരാണ്, കാടൻ ചിന്തയുള്ളവന്മാരാണ്. അവന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലുള്ളത് വളരെ സ്വർഗ്ഗമാണ് നമ്മുടെ നാട്. അത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരുപാട് അക്രമങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് സ്വർഗ്ഗമാണ്. ഇവിടെ പോലും ഡോക്ടേഴ്സ് സേഫ് അല്ല. പല സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഡോക്ടേഴ്സിനെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു വിഷയവും ചെയ്യാത്ത കേസിൽ ഡോക്ടേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ പേര് എവിടെയും വെളിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. PG വിദ്യാർത്ഥിയാണ്, 30 വയസ്സുള്ള പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളും ചെയ്യുമ്പോൾ അറിയുന്നത് വളരെ നിഷ്ഠൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാൾ അയാൾ പറയുന്നൊരു കാര്യം, ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് പെൺകുട്ടി ആ സമയത്ത് അവിടെ പോയിന്ന്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു മെഡിക്കൽ കോളേജാണ്. അവിടെ ഈ പെൺകുട്ടിക്ക് അതിൻ്റെ മുൻ ദിവസങ്ങളിൽ കണ്ടിന്യൂസ്ലി 36 മണിക്കൂറോളം വർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരവസ്ഥ നമ്മളിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് അല്പം, അത് ഈ സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അല്പം റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഹാളിൽ അത് കുറച്ച് നേരം വിശ്രമിക്കാൻ കിടന്നു. ആ സമയത്താണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു ആപത്ത് സംഭവിക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളൊരുത്തനെ അവനെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ മാത്രമാണ് ഇതിനകത്ത് കുറ്റവാളി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എനിക്ക് സംശയം ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറയാം. അവൻ്റെ പേര് സഞ്ജയ് റോയ് എന്നാണ്. ഇവരെങ്ങനെ ഇവിടെ വന്നു, ഇതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ വോട്ടെടുക്കുന്ന സമയത്തൊക്കെ വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യുമല്ലോ. ഏതെങ്കിലും ഉത്സവപ്പറമ്പിലൊക്കെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടുകാരുടെ ഇടയിൽ നിന്നും പോലീസ് അല്ലെങ്കിൽ പോലീസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് വോളണ്ടിയേഴ്സിനെ സെലക്ട് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ ഈ ഹോസ്പിറ്റലിൽ അവിടുത്തെ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വോളണ്ടിയറെ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ അവനാണ് ഈ പറയുന്നത് പോലെ അവിടുത്തെ കാര്യങ്ങളിൽ ഒരു പോലീസിനെ പോലെ, അവൻ്റെ ഒരു ഫോട്ടോസും കാണാൻ അവൻ്റെ വണ്ടിയിൽ പോലും പോലീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ പോലീസല്ല എങ്കിൽ പോലീസിൻ്റേതായ രീതിയിൽ അവൻ അവിടെ നടക്കുന്നു, പോലീസിൽ പിടി, അവിടെ ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവൻ അവിടെ ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിലും ഇവന് കയറി ഇറങ്ങി ചെല്ലാൻ പറ്റും. ഇവൻ ഈ പോലീസ് എന്നുള്ള രീതിയിൽ, ഇവൻ പോലീസ് എന്നുള്ള രീതിയിൽ ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ അവൻ ചെന്നിട്ട് കാണിച്ചു കൂട്ടിയ പരിപാടിയിലാണ് ഈ പെൺകുച്ചിന് ഇങ്ങനെ സംഭവിച്ചത്. അവൻ വളരെ രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അവൻ കാരണം ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് നമുക്ക് അതിൻ്റെ മുടി മുതൽ കാലിലെ നഖം വരെ ഇഞ്ചിഞ്ചായിട്ട് ആ പെൺകുച്ച് അനുഭവിച്ചത് നമുക്ക് ഒരിക്കലും അത് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു സിറ്റുവേഷൻ, ഒരു കാര്യം ഞാൻ മാത്രം ഇതിനകത്ത് പറയാം. ഇവൻ മാത്രമായിരിക്കില്ല ഇതിന് പ്രതിയെന്ന് ഞാൻ കരുതാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ആ പെൺകുട്ടിയുടെ മരണശേഷം പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ ശരീരത്തിൽ ഏകദേശം
150 ml സെമൻ പുരുഷന്മാരുടെ ആ ഒരു ദ്രാവകമാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ 150 ml എന്ന് പറയുമ്പോൾ ഒരു പുരുഷന് ഒരു സമയത്ത് ഏകദേശം 15 ml മാത്രമേ ഇത് ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ 150 ml സെമൻ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 പേരില്ലെങ്കിൽ 10 തവണ അല്ലെങ്കിൽ 10 രീതിയിൽ ഈ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അതിനിരയായിട്ടാണ് ആ പെൺകുട്ടി പിടഞ്ഞ് ഈ ലോകത്തോട് ഇല്ലാതായിട്ടുള്ളത്. അതിൻ്റെ കഴുത്തിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അവിടെ ശ്വാസം ലഭിക്കാതെയാണ് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ ശ്വാസം അമക്കി പിടിച്ചിട്ടുണ്ടാവാം മേ ബി. അതിൻ്റെ കണ്ണിലെ ഗ്ലാസ് പൊട്ടി അതിൻ്റെ കണ്ണ് മുറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാലിലെ വിരലുകൾക്ക് ക്ഷതം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ രഹസ്യ അവയവങ്ങളൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് രീതിയിൽ നിഷ്ഠൂരമായിട്ട് ആ പെൺകുഞ്ഞിനെ ചെയ്ത ആ പുന്നാര മോനെ, ഞാൻ ഇവിടെ വേറൊരു വാക്കും എനിക്ക് അവനെ പറയാൻ പറ്റത്തില്ല. സഞ്ജയ് റോയ് എന്ന് പറയുന്നവൻ, നമുക്കറിയാം ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി ഓടുന്ന ബസ്സിൽ ഇതേപോലെ തന്നെ അനുഭവിക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്നത് 18 പോലും ആവാത്തവൻ. അവനെ ഇതുപോലെ അകത്ത് കൊണ്ടുപോയി കുറച്ച് നാൾ തീറ്റി കൊടുത്തു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവന് ഇറക്കി വിട്ടു. ഇവനെ ഈ പറയുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്നവൻ, അവനും പലതവണ സ്ത്രീ ബന്ധങ്ങളിൽ സ്ത്രീ വിഷയങ്ങളിൽ ആവർത്തനായിരുന്നു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഇവനുണ്ടായിരുന്ന പിടി എന്ന് പറഞ്ഞാൽ ഇവന് പോലീസിൽ ബന്ധം, ഇവൻ വോളണ്ടിയർ ആയിട്ടുള്ള രീതിയിൽ പോലീസുമായിട്ട് അകമഴിഞ്ഞ ബന്ധമുണ്ട്. ഇവൻ എവിടെ എങ്ങനെ കയറി ചെല്ലാം. ആളുകൾ ആരെങ്കിലും ചികിത്സയ്ക്ക് വരുമ്പോൾ ഇവിടുത്തെ പോലെ ഒത്തിരി വിദ്യാഭ്യാസമൊന്നും ഉള്ളവരല്ലോ, അവർ ഓരോ റൂമിലോട്ട് തെല്ല് കയറ്റുന്നതിനും അതുപോലെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതിനും ഇതിനുമല്ല ഇവൻ കാശ് മേടിച്ച് കിമ്പളം മേടിച്ചൊക്കെ ആയിരിക്കും അവിടെ നിന്നുകൊണ്ടിരുന്നത്. ഇവൻ അവിടുത്തെ ആളിനാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷേ ഇവൻ പല പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? അതേപോലെ തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ കുറച്ച് ദിവസമായിട്ട് നോട്ടം വെച്ചിരുന്നതാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനത്തെ കുഴിത്തിരുമ്പുകളെ ഇവിടുന്ന് തുടച്ചു നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാര്യം ഇവിടെ ഇനി പെമ്മക്കൊക്കെ വളരണം. ഇവിടെ ഇനി സ്ത്രീകൾക്ക് അവർക്ക് വിവാഹം കഴിച്ച് ജീവിക്കണം, അവർക്ക് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കണം, അവർക്ക് പഠിക്കാൻ പോകണം, അവർക്ക് ഡോക്ടർ ആവണം, അവർക്ക് എഞ്ചിനീയർ ആവണം, അവർക്ക് വക്കീലന്മാരാവണം, അവർക്ക് രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റണം, അവർക്ക് അവരുടെ കോളേജിൽ പോലും അവർക്ക് സെമിനാർ ചെയ്യാനും ഏത് സമയത്തും അവർക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടണം. അത് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഫ്രീഡം ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം ഒരു മനുഷ്യൻ്റെ, എനിക്ക് തോന്നുന്നു ഭരണഘടന അനുവദിച്ച് നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ്. അത് ആ പാവം പിടിച്ച പെൺകുഞ്ഞിന് നഷ്ടപ്പെട്ടപ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ വീട്ടുകാർക്ക്, അതിൻ്റെ കുടുംബക്കാർക്ക്, അതിൻ്റെ കൂട്ടുകാർക്ക് ഇനി എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇന്ത്യ മൊത്തം, നാടെങ്ങും, കേരളത്തിൽ വരെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇത്? പലരും അറിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇങ്ങനത്തെ ചെറ്റകളെ, ഇങ്ങനത്തെ തന്തയില്ലാത്തവന്മാരെ, ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന പോലത്തെ തന്തയില്ലാത്തവന്മാരെ നമ്മുടെ സമൂഹത്തിന് വേണോ? ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും പ്രതികരിക്കണം. ഞാൻ ചിന്തിക്കുന്നത് ആ പെൺകുട്ടി വേറെ ആരായിട്ടുമല്ല, എൻ്റെ സഹോദരിയായിട്ടാ. എൻ്റെ സഹോദരി മെഡിക്കൽ സ്റ്റുഡൻറ്റാ. അവളുടെ സ്ഥാനത്ത് നിർത്തി ചിന്തിക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവനൊരു കൂസലും ഇല്ലാതെ പെൺകുട്ടി അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ട് അവൻ കിടന്ന് ഉറങ്ങിയെന്ന് വെള്ളമടിച്ച് അവൻ അണ്ണാക്കിൽ കയറ്റിയിട്ട് ഈ പെൺകുട്ടി ഇത്രത്തോളം ദ്രോഹിച്ചിട്ട് അതിനെ ഇല്ലാതാക്കിയിട്ട് അവൻ ആ തുണിയും കഴുകി. എന്തിനാണെന്നറിയോ? തെളിവ് നശിപ്പിക്കാനായിട്ട് അവൻ്റെ ഡ്രസ്സും കഴുകി അവൻ വീട്ടിൽ പോയി കിടന്ന് മൃഷ്ടാനം തിന്നിട്ടുറങ്ങിയ പുന്നാരമോൻ. അവനൊക്കെ നമ്മുടെ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥ എന്താ കൊടുക്കാൻ പോകുന്നത്? അവൻ്റെ സാമാനം ചെത്തിക്കളയുന്നതിനപ്പുറത്തേക്കല്ലാത്ത ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ നിയമങ്ങൾ ഇവിടെ ഇല്ലാതായി പോയത് വളരെ വിഷമമാണ്. പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ അത് നടന്നേനെ. പിടിച്ചു നിർത്തി ആളുകളുടെ മുന്നിൽ വെച്ച്, അവരുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ്റെ സാമാനം അരിഞ്ഞാണ് ഇല്ലാതാക്കേണ്ടത്. ഒരുപാട് ദുഃഖത്തോടെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഒരു സഹോദരിയായിട്ടാണ്. കുറച്ചധികം ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ബംഗാളിൽ ഒരു ഡോക്ടറിന് ഇങ്ങനെ പറ്റി പലരും പ്രതിഷേധം നടത്തുന്നു. നമ്മളും കണ്ട നമ്മുടെ നാട്ടിലൊരു പൊന്നോമന മോള് നന്ദന എന്ന് പറഞ്ഞിട്ട്, കൊട്ടാരക്കരയിൽ ഒരു പൊന്നോമന മോള് ഹോസ്പിറ്റലിൽ അത് ജോലി ചെയ്യാൻ നിന്നിടത്തൊരു പന്നച്ചറ്റ കാണിച്ചു കൂട്ടിയ പരിപാടികൾ. എന്നിട്ട് അവൻ എന്താ കിട്ടിയത്? അവൻ കൊഴുത്ത് തടിച്ച്, അവൻ അന്നത്തെ വീഡിയോയിൽ അവൻ മുഖമൊക്കെ വീങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അവനങ്ങ് സുന്ദര സുമുഖനായി. അവൻ ആഹാരം കിട്ടുന്നു. നമ്മളൊക്കെ കൊടുക്കുന്ന ടാക്സ് പണം പിരിച്ച് ഇവൻ്റെ കണ്ണാക്കിൽ കുമ്പതറയ്ക്കാൻ കൊടുക്കുമ്പോൾ ചിന്തിച്ച് നോക്കണം. ഞാനും നിങ്ങളും കൊടുക്കുന്ന ഓരോ രൂപയും ഇവൻ്റെയൊക്കെ അണ്ണാക്കിലേക്ക് ചപ്പാത്തിയും മീൻകറിയും കൊടുക്കാനായിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഈ കിടന്ന് പട്ടിയെ പോലെ സംസാരിക്കുന്നുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ കുരയ്ക്കുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ പ്രതികരിക്കണം. ഈ ഒരു വിഷയം എന്നിലേക്ക് എത്തിയത് എങ്ങനെ? പലരുടെയും കണ്ടിട്ടാ. ഇത് പലരും അറിയണം. നാട്ടിൽ ചർച്ചാ വിഷയങ്ങളാവണം. ആളുകൾ സമരമായിട്ട് ഇറങ്ങണം. ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ മാക്സിമം ചെയ്യും. കാരണം ഒരു പെൺകുഞ്ഞിനും ഇങ്ങനെ പറ്റരുത്. ആ പെൺകുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതായിപ്പോയി, എൻ്റെ വീട്ടുകാർക്കില്ലാതായിപ്പോയി. നാട്ടുകാർ മറക്കും, എല്ലാവരും മറക്കും. ആ വീട്ടുകാർക്ക് മാത്രം നഷ്ടം പറ്റും. പക്ഷേ ഈ ചെറ്റ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന്, ഈ വാർത്തയൊക്കെ മറന്നു കഴിയുമ്പോഴത്തേക്കിന് ഇവൻ പോലീസുകാരുടെ പിടിയും വെച്ചിട്ട് ഇവൻ്റെ മറ്റേത് മറിച്ചതും വെച്ചിട്ട് നാട്ടിലിറങ്ങി നടക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ തലയിൽ ഷഡ്ഡി ഊരിയിട്ട് നടന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരുപാട് ദുഃഖത്തോടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.